ഹായ്, നമുക്ക് ഇന്ന് ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിന് 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പിറ്റോട്സ് തിയറുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് പ്രൂവ് ചെയ്യുകയും ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: let ABCD be a convex quadrilateral. Let diagonals AC and BD intersect at B. PE, PF, PG and PH be altitudes from P onto the sides AB, BC, CD and DA respectively. Show that ABCD has an incircle if and only if 1 by PG plus 1 by E plus 1 by PG equal to 1 by PF plus 1 by PH. നമ്മൾ ഫിഗർ വരച്ചാൽ ഇങ്ങനെയാണ് ലഭിക്കുക. ഒരു കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആംഗിൾ 180 ഡിഗ്രിയിൽ താഴെ. അപ്പോൾ ആ ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പി. എങ്കിൽ 1 by PE plus 1 by PH 1 by PE plus നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഒന്നും ഡൗട്ടുള്ളത് 1 by PE plus 1 by PH equal to PH അല്ല PG equal to 1 by PF plus 1 by PH. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞാൽ ഇതൊരു കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. കോൺവെക്സ് ക്വാഡ്രിലാറ്ററലും ടാൻജൻഷ്യൽ ക്വാഡ്രിലാറ്ററലും ആണെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ ക്വസ്റ്റ്യനിൽ കോൺവെക്സ് ക്വാഡ്രിലാറ്ററൽ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ടാൻജൻഷ്യൽ ക്വാഡ്രിലാറ്ററൽ ആവണം, നമുക്ക് ഇൻ സർക്കിൾ കിട്ടണം. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുക പിറ്റോട്സ് തിയറം. പിറ്റോട്സ് തിയറം നമ്മൾ IOQവിന് വേണ്ടി പഠിച്ചതാണ്. നമുക്കതിന്റെ പ്രൂഫൊക്കെ കാണാം. അപ്പോൾ പിറ്റോട്സ് തിയറം അനുസരിച്ചാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുക. പിറ്റോട്സ് തിയറം നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷനാണ്. ഒരു ക്വാഡ്രിലാറ്ററൽ ടാൻജൻഷ്യൽ ക്വാഡ്രിലാറ്ററൽ ആവണമെങ്കിൽ പിറ്റോട്സ് തിയറം സാറ്റിസ്ഫൈ ചെയ്യണം. പിറ്റോട്സ് തിയറം സാറ്റിസ്ഫൈ ചെയ്താൽ അത് ടാൻജൻഷ്യൽ ക്വാഡ്രിലാറ്ററൽ ആവുകയും ചെയ്യും. നമുക്ക് ആദ്യം അത് പ്രൂവ് ചെയ്യാം. ഇതാണ് പിറ്റോട്സ് തിയറം. പിറ്റോട്സ് തിയറം ഇതാണ്. The sum of the lengths of opposite sides of a tangential quadrilateral are equal. അപ്പോൾ ഇതാണ് പിറ്റോട്സ് തിയറം. നമുക്ക് അതിന്റെ പ്രൂഫ് ഒന്ന് കാണാം.
whenever it is as AB CD. അപ്പോൾ പിറ്റോസ് തിയറം അനുസരിച്ച് ഇവിടെ എ ബി പ്ലസ് സി ഡി എന്നത് ബി സി പ്ലസ് എ ഡി ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പി ക്യു ആർ എസ് ആണെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്കുള്ള ടാൻജൻഷ്യൽ ലെങ്ത് സെയിം ആയിരിക്കും. അപ്പൊ എ പി എക്സ് ആണെങ്കിൽ എസും എക്സ് തന്നെയാണ്. ബി പി വൈ ആണെങ്കിൽ ബി ക്യൂം വൈ തന്നെയാണ്. സി ക്യു സെഡ് ആണെങ്കിൽ സി ആറും സെഡ് തന്നെയാണ്. ഡി ആർ ഡബ്ല്യു ആണെങ്കിൽ ഡി എസും ഡബ്ല്യു തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ എ ബി പ്ലസ് സി ഡി എടുക്കും. എ ബി എന്നത് എക്സ് പ്ലസ് ഫൈയും സി ഡി എന്നത് സെഡ് പ്ലസ് ഡബ്ല്യുമാണ്. ഇനി നമ്മൾ ബി സി പ്ലസ് എ ഡി എടുത്തു. ബി സി എന്നത് വൈ പ്ലസ് സെറ്റും ഡി എ എന്നത് എക്സ് പ്ലസ് സെറ്റും ആണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണ് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതിനാൽ എ ബി പ്ലസ് സി ഡി ഈക്വൽ ടു ബി സി പ്ലസ് എ ഡി. അപ്പം ഇതാണ് വിറ്റോഴ്സ് തിയറം. ടാൻജൻഷ്യൽ കോർഡിനേറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സമ സെയിം ആണ്. ഇങ്ങനെ കിട്ടി. ഇനി ഇതിന്റെ കോൺവേഴ്സും ത്രൂ ആണ്. ക്വസ്റ്റ്യനിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺവേഴ്സ് കോർഡിലാറ്ററൽ ഇത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിനകത്ത് നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ കഴിയും. ടാൻജൻഷ്യൽ കോർഡിലാറ്ററലാണ്. അതുകൂടി നമുക്ക് കാണാം. അതെങ്ങനെ വന്നു എന്ന് കാണാം. അത് കോൺവേഴ്സ് ഓഫ് വിറ്റോഴ്സ് തിയറം. If a converse quadrilateral ABCD satisfies AB plus CD equal to BC plus DA, then ABCD is tangential. ഇതാണ് ഇതിന്റെ കോൺവേഴ്സ്. That is, there exists a circle tangent to all four sides.
അപ്പോൾ പിറ്റോസിയുടെ സാറ്റിസ്ഫൈ ആണെങ്കിൽ ആ കോൺവെക്സ് കോർഡിനേറ്റർ ടാൻജൻഷ്യലാണ്. അതിൻ്റെ പ്രൂഫും കൂടി ഒന്ന് കാണാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? പ്രൂഫാണ്. അപ്പോൾ നമുക്ക് സെൻറ്റർ ആവാൻ സാധ്യത ഉള്ള ഒരു പോയിന്റ് എടുക്കാം. സെറ്റപ്പ് നാച്ചുറൽ കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇൻസെൻറ്റർ എന്ന് നമുക്കറിയാം. അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആ എയുടെ സിയുടെ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഐ ഈ എ ബി പ്ലസ് സി ഡി ഈക്വൽ ടു ബി സി പ്ലസ് എ ഡി വരികയാണെങ്കിൽ ടാൻജൻഷ്യൽ ആകുമോ എന്ന് നമുക്ക് നോക്കാം. ഐ ബി the intersection point of the angle bisectors of angle bisectors of angle A and angle C. എന്നിട്ട് നമ്മൾ നോക്കാം. ABC. അപ്പൊ ഇത് ആംഗിൾ എയുടെ ബൈസെക്ടർ ആണിത്. അത് ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണ് രണ്ടാമത്തെ. രണ്ടും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. നമ്മൾ ഐ എന്ന് വിളിച്ച് ഐ ഇൻസെന്റർ ആകുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ രണ്ട് സൈഡിലേക്കും പെർപെൻഡിക്കുലേഴ്സ് വരച്ചു. അപ്പോൾ ആംഗിൾ ബൈസെക്ടർ ആകുമ്പോൾ രണ്ട് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആവും. അപ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസും 6 വെച്ചാണ് നമുക്കറിയാം.
സീഡ് ആംഗിൾ ബൈസെക്ടർ ആയതിനാൽ ഈ രണ്ട് ഡിസ്റ്റൻസും ആർ സി വെച്ചാണ് വരിക. ആർ ഐ ഈക്വൽ ടു ആർ സി ആണെങ്കിൽ 4 സൈഡ്സിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം. ഐ എന്നത് ഇൻ സെൻട്ര. അപ്പോൾ ആംഗിൾ ബൈസെക്ടർ ഫ്രം ആംഗിൾ ബൈസെക്ടർ പ്രോപ്പർട്ടി ആർ എന്നത് ഡിസ്റ്റൻസ് ഓഫ് ഐ കോമ എ ബി ആണ്. അത് തന്നെയാണ് ഡിസ്റ്റൻസ് ഓഫ് ഐ കോമ എ ബി. രണ്ടിടത്തേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ആർ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ആർ സി എന്നത് ഡിസ്റ്റൻസ് ഓഫ് ഐ കോമ ബി സി ആണ്. സി ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് ഐ കോമ സി ഡി ആണ്. അപ്പൊ ആർ ഈക്വൽ ടു ആർ സി ആയാൽ മതി നമുക്ക് പ്രൂഫ് ആവാൻ. ഇഫ് യു ക്യാൻ പ്രൂവ് ആർ ഈക്വൽ ടു ആർ സി, then I is equidistant from all 4 sides. So the circle centered at I with radius r equal to rc will be tangent to every side. അപ്പോൾ ആറേയും ആർ സിയും ഈക്വൽ ആണെങ്കിൽ ഐ ആണ് ഇന്റർസെക്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഐ ആണ് ഇൻ സെൻട്രൽ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി പിറ്റോട്ട്സ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നമുക്കറിയാം. പിറ്റോട്ട്സ് തിയറം അനുസരിച്ച്, പിറ്റോട്ട്സ് കണ്ടീഷൻ അനുസരിച്ച് അത് എ ബി പ്ലസ് സി ഡി ഈക്വൽ ബി സി പ്ലസ് ഡി എ ആണ്. അപ്പൊ ഇതിൽ നിന്ന് എ ബി മൈനസ് ഡി എ ഈക്വൽ ടു ബി സി മൈനസ് സി ഡി എന്ന് നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ ആംഗിൾ ബൈസെക്ടറും പെർപെൻഡിക്കുലറും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് 4 പേര് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ഇവിടെ കാണാൻ കഴിയും. അതനുസരിച്ച് ഈ രണ്ട് ചെറിയ ട്രയാങ്കിൾസിന്റെ ഏരിയ എക്സ് വെച്ചും ഈ 2 ചെറിയ ട്രയാങ്കിൾസിന്റെ ഏരിയ വൈ വെച്ചും ഈ 2 ചെറിയ ട്രയാങ്കിൾസിന്റെ ഏരിയ സെഡ് വെച്ചും ഈ 2 ചെറിയ ട്രയാങ്കിൾസിന്റെ ഏരിയ ഡബ്ല്യു വെച്ചുമാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഐ, ഏരിയ ഓഫ് ട്രയാങ്കിൾ സി ഡി ഐ, എ ബിയുടെയും സി ഡി ഐയുടെയും ഏരിയ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി സി ഐ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഐ എന്നുണ്ട്. അപ്പോൾ നമുക്കത് രണ്ടും എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് പ്ലസ് ഡബ്ല്യു ആണ്. അപ്പൊ എ ബിയുടെ ഏരിയ നോക്കിയാൽ ഹാഫിന്റെ ബേസിന്റെ ഹൈറ്റ് അനുസരിച്ച്
half into AB into RA യും CDയുടെ ഏരിയ ഹാഫ് ഇൻറ്റു CD ഇൻറ്റു RC യുമാണ്. അതുപോലെ ബി സി ഐയുടെ ഏരിയ ഹാഫിൻ്റെ ബേസിൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഹാഫ് ഇൻറ്റു BC ഇൻറ്റു RC യും ADയുടെ ഏരിയ ഹാഫ് ഇൻറ്റു AD ഇൻറ്റു RA യുമാണ്. ഇതിൽ നിന്ന് നമുക്ക് ഹാഫ് ഇൻറ്റു AB മൈനസ് DA സിയിൽ ഹാഫ് ഇൻറ്റു AB മൈനസ് DA RA ഹാഫ് ഇൻറ്റു BC മൈനസ് CD ഇൻറ്റു RC ഈക്വൽ ടു 0 എന്ന് കിട്ടും. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇക്വേഷൻ 1 അനുസരിച്ച് ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന രണ്ട് ഒന്ന് തന്നെയാണ്. ഹാഫ് ഇൻറ്റു AB മൈനസ് DA ഇൻറ്റു RA ഹാഫ് ഇൻറ്റു AB മൈനസ് DA ഇൻറ്റു RC ഈക്വൽ ടു 0 എന്ന്. ഇതിൽ നമുക്ക് എന്ത് കിട്ടി? ഹാഫ് ഇൻറ്റു RA മൈനസ് RC ഇൻറ്റു AB മൈനസ് DA ഈക്വൽ ടു 0 എന്ന് ഇങ്ങനെ കിട്ടി. അപ്പോഴോ ഇങ്ങനെ കിട്ടിയില്ല മക്കളെ. അപ്പോഴിത് കോൺവെക്സ് എന്താണ് വിറ്റോസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഫസ്റ്റത്തെ ഒരു കേസ് ഉണ്ട്, ഏതെങ്കിലും ഒന്ന് 0 ആണ്, പ്രോഡക്റ്റ് 0 ആയതുകൊണ്ട്. കേസ് 1 എന്നത് എന്താണ്? AB മൈനസ് DA നോട്ട് ഈക്വൽ ടു 0 ബട്ട് RA മൈനസ് RC ഈക്വൽ ടു 0. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതിയല്ലോ. നമ്മൾ ഓരോന്നായിട്ട് നോക്കാം. RA മൈനസ് RC 0 ആണെങ്കിൽ RA ഈക്വൽ ടു RC ആണ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വരുന്നത്. സോ ഇറ്റ് ഈസ് ടാൻജൻഷ്യൽ. ടാൻജൻഷ്യൽ കോർഡിനേറ്ററിലാണ് എന്ന് കിട്ടും. RA ഈക്വൽ ടു RC എന്ന് വരുന്നത്. ഇനി അടുത്തത് കേസ് 2 ആണ്. കേസ് 2ന്റെ കണ്ടീഷൻ എന്താണ്? AB മൈനസ് DA ഈക്വൽ ടു 0 എന്നാണ്. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് ഫ്രം 1 AB മൈനസ് DA എന്നത് BC മൈനസ് CD കൂടിയാണ്. ഇതിൽ നിന്ന് AB ഈക്വൽ ടു DA എന്നും BC ഈക്വൽ ടു CD എന്നും കിട്ടും. അപ്പോൾ ഈ സെക്കൻഡ് കേസിൽ നമുക്ക് കിട്ടുന്ന ഒരു കൈറ്റാണ്. അപ്പൊ ആ കൈറ്റ് ഒരു ടാൻജൻഷ്യൽ കോർഡിനേറ്ററിലാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ABCD ഇതൊരു കൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. ABCD
അപ്പോൾ എ ബി ഈക്വൽ ടു എ ഡിയും ബി സി ഈക്വൽ ടു സി ഡി എന്ന് വെച്ചാൽ ഈ രണ്ട് സൈഡ്സ് ഈക്വലാണ്, ഈ രണ്ട് സൈഡ്സും ഈക്വലാണ്. ഇറ്റ്സ് എ കൈറ്റ്. അപ്പോൾ ഇനി നമ്മൾ ഇത് ടാൻജൻഷ്യൽ ആണെന്ന് കാണാൻ വേണ്ടി നമ്മൾ ബാക്കിയുള്ള രണ്ട് സൈഡ്സ് ഉണ്ടല്ലോ, ബിയുടെയും ഡിയുടെയും, അതിൻ്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് നമ്മൾ വരയ്ക്കാം. ആംഗിൾ ബൈസെക്ടേഴ്സ് ഇവിടെയും. എന്നിട്ട് നമ്മൾ എയും സിയും ഇക്വേറ്റ് ചെയ്യാം. ഇപ്പൊ കിട്ടുന്ന സെൻറ്റർ I1 കൈറ്റിൻ്റെ ഇത് I1 എന്നത് ഇൻസെൻറ്റർ ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ ചെയ്തതുപോലെ പെർപെൻഡിക്കുലേഴ്സ് വരച്ചു. അപ്പോൾ അത് പിക്കുക, നമുക്ക് എന്ത് കൊടുക്കാം, LMNO ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇത് ആംഗിൾ ബൈസെക്ടറും ഈ ആംഗിള് θ1 φ1 ആംഗിൾ ബൈസെക്ടേഴ്സ് ആയതുകൊണ്ടും പെർപെൻഡിക്കുലേഴ്സ് ആയതുകൊണ്ടും നമുക്ക് 4 പേര് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ആംഗിൾ ബൈസെക്ടേഴ്സ് ആയതിനാൽ ഇത് തന്നെ നമുക്ക് QQ എന്നും ഇതിനെ SS എന്നും കിട്ടും. അതുപോലെ ഇവിടെ ഇത് TPയും RRും വെച്ചാണ്. ഒരു സൈഡും ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ആകുമ്പോൾ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് സെയിം ഏരിയ ഉള്ള നേരത്തെ കിട്ടിയതുപോലെ 4 പേർ കിട്ടി. അപ്പം നമ്മളിവിടെ ഡ്രോ ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് ബി ആൻഡ് ഡി. അപ്പോൾ ഇവിടെ R ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് നമുക്ക് RB എന്നും ഈ ഡിസ്റ്റൻസ് നമുക്ക് RD എന്ന് കൊടുക്കാം. RB ഈക്വൽ ടു RD ആണെങ്കിൽ 4 പോയിന്റിലേക്ക് 4 സൈഡിലേക്ക് ഡിസ്റ്റൻസ് സെയിം. അപ്പോൾ അത് ഒരു ടാൻജൻഷ്യൽ കോഡിലാറ്ററലായി മാറും. I1 ആയിരിക്കും ഇൻസെൻറ്റർ ആയി വരിക. അപ്പോൾ നേരത്തെ കിട്ടിയതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ കിട്ടിയതുപോലെ P plus Q plus R plus എന്നത് ഈ 4 എണ്ണത്തിന്റെ സം എന്നത്
ഇവിടെ കാണാൻ പറ്റും. അത് ABIയുടെയും CDയുടെ ഏരിയാസ് ആഡ് ചെയ്താണ്. ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ADI, ഏരിയ ഓഫ് ട്രയാങ്കിൾ BC. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ABIയുടെ ഏരിയ ഹാഫ് ഇൻറ്റു AB ഇൻറ്റു പിന്നെ എയുടെ വാല്യൂ ആണ് നമ്മൾ RD എന്ന് കൊടുത്തി. ABയുടെ ലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് RB, BCയിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ്, CDയിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് RD. രണ്ടും ഇട്ട് കൊടുക്കാം. AB ഇൻറ്റു RB പ്ലസ് ഹാഫ് ഇൻറ്റു CD ഇൻറ്റു RD ഈക്വൽ ടു ഹാഫ് ഇൻറ്റു AD ഇൻറ്റു RD പ്ലസ് ഹാഫ് ഇൻറ്റു BC ഇൻറ്റു RB. ഇതിൽ നിന്ന് ഹാഫ് ഇൻറ്റു AB മൈനസ് BC RB മൈനസ് ഹാഫ് ഇൻറ്റു AD മൈനസ് CD RD ഈക്വൽ ടു 0. ഓപ്പിറ്റ്യൂഡ്സ് കണ്ടീഷൻ അനുസരിച്ച് AB മൈനസ് BCയും AD മൈനസ് CD ഒന്ന് തന്നെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഹാഫ് ഇൻറ്റു AB മൈനസ് BC ഇൻറ്റു RB മൈനസ് RD എന്ന് ലഭിക്കും. അപ്പോൾ ഇത് 0 ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ കേസ് 1 RB ഈക്വൽ ടു RD ആവണം. എന്ന് വെച്ചാൽ I1 4 സൈഡ്സിലുള്ള ഡിസ്റ്റൻസ് സെയിം. I1 ഈസ് ദ ഇൻ സെന്റർ. അപ്പൊ അത് പ്രൂഫായി. ഇനി സെക്കൻഡ് കണ്ടീഷൻ ആണ് സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? AB ഈക്വൽ ടു BC ആണ്. അപ്പോൾ ഇതൊരു കൈറ്റ് ആയിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അത് CDക്കും DIക്കും ഈക്വൽ ആണ്. അപ്പൊ 4 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് റോംബസ് എന്നാണ്. ഇത് റോംബസ് ആണ്. ഇനി നമുക്ക് റോംബസ് എന്നത് ഒരു ടാൻജൻഷ്യൽ കോർഡിനേറ്ററിലാണ് എന്ന് കാണാൻ കഴിയും. റോംബസ് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എടുത്തു. ഇതൊരു പാരലോഗ്രാം ആണല്ലോ, എല്ലാ സൈഡ്സ് ഈക്വൽ ആയിരുന്നു. അപ്പോൾ നമുക്ക് സൈഡ്സ് എന്നത് നമുക്ക് ഇത് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യും. D1/2 D1/2 D2/2 D2/2 എന്നിട്ട് പിന്നെ 4 സൈഡ്സും എന്താണ് A വെച്ചാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 4
കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ്, 3 സൈഡ്സ് ഈക്വലാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസിന്റെ ആംഗിൾ കറസ്പോണ്ടിങ് ഈക്വൽ ആണെന്നും ലൈനിലെ ആംഗിൾ 90 ഡിഗ്രി ആണെന്നൊക്കെ വരുമ്പോൾ 2 പെർപെൻഡിക്കുലേഴ്സ് നമ്പർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. പിന്നെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയതിനാൽ ഇതും തീറ്റ വെച്ചും ഇത് 90 മൈനസ് തീറ്റ വെച്ചുമാണെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതൊരു റോംബസ് ആയതുകൊണ്ട് നാല് സൈഡ്സിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അത് എന്താണ്, ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്. അപ്പോൾ സെയിം ഏരിയ ആയതുകൊണ്ട് ബേസും സെയിം ആയതുകൊണ്ട് ഹൈറ്റ് സെയിം ആണ്. അപ്പൊ എല്ലാം 6 വെച്ചായതുകൊണ്ട് rhombus is a tangential quadrilateral. അപ്പോൾ പിറ്റോഡ്സ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കോൺവെക്സ് കോർഡിലാറ്ററൽ ആണെങ്കിൽ അത് നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ ഇറ്റ് ഈസ് ബീയിങ് എ ടാൻജൻഷ്യൽ കോർഡിലാറ്ററൽ. അപ്പോൾ അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി നമ്മൾ പിറ്റോഡ്സ് തിയറം ആണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കാണാൻ പോകുന്നത്. ഇനി നമുക്ക് വീണ്ടും ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മൾ പിറ്റോഡ്സ് തിയറം പ്രൂവ് ചെയ്തു. ആ പിറ്റോഡ്സ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആണ് ഇത് ഒരു ടാൻജൻഷ്യൽ കോർഡിലാറ്ററൽ ആയിരിക്കണം. അപ്പോഴേ ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പി പ്ലസ് പി ജി പ്ലസ് 1/P പ്ലസ് 1/Pg പ്ലസ് 1/Pf പ്ലസ് 1/Ph എന്നത് അപ്പൊ നമ്മൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി, ഇക്വാലന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈ ഇക്വേഷനിൽ കൊടുത്തിരിക്കുന്നതും പിറ്റോഡ്സ് തിയറം അനുസരിച്ച് ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സം ഈക്വൽ ആണെന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രൂവ് ചെയ്താൽ മതി. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ട് ഈക്വലന്റ് ആണ്. എന്നുവെച്ചാൽ പിറ്റോഡ്സ് തിയറം വെച്ച് എന്താണോ മീൻ ചെയ്യുന്നത്, പിറ്റോഡ്സ് കണ്ടീഷൻ വെച്ച് എന്താണോ മീൻ ചെയ്യുന്നത്, അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ വെച്ച് മീൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്തു, നമുക്ക് എ പിക്കും ബി പിക്കും സി പിക്കും ഡി പിക്കും ഒക്കെ വാല്യൂ ഇടുക. അത് പി ക്യു ആർ എസ് വെച്ചാണ്. അങ്ങനെ കൊടുത്തു. ആ സൈഡ് ലെങ്സ് ഡയഗണൽസ് മീറ്റ് ചെയ്യുമ്പോൾ എന്നെ വെർട്ടിക്കൽസ് നമ്മളുടെ ലെങ്ത്തിന് നമുക്ക് ഇങ്ങനെ വാല്യൂസ് ആയി കൊടുക്കും. ഇനി ഈ സൈഡ്സിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എങ്കിലേ കുറച്ചൊരു കാൽക്കുലേഷനിൽ കുറച്ച് ജൈജാന്റിക് ആവാതിരിക്കും. അപ്പോൾ എ ബിക്കും ബി സിക്കും സി ഡിക്കും ഡി എക്കും ഒക്കെ നമ്മൾ എ ബി സി ഡി വെച്ചു കൊടുക്കും. പിന്നെ നമ്മൾ ആംഗിൾ എ പി ബിക്ക് തീറ്റ എന്ന് കൊടുത്തു. ആംഗിൾ എ പി ബി തീറ്റ. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയതുകൊണ്ട് ആംഗിൾ സി പി ഡിയും തീറ്റ തന്നെയാണ്.
പിന്നെ ഒരു ലൈനിലുള്ള ആംഗിൾസ് സെയിം ആയതുകൊണ്ട് നമുക്ക് ആംഗിൾ ബി പി സിയും ആംഗിൾ ഡി പി എയും പൈ മൈനസ് തീറ്റ വെച്ചാണ് നമുക്ക് കാണാം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലുള്ള പിയും പി എഫും പി ജിയും പി എച്ച് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതൊന്ന് എന്ത് ചെയ്യാം, മറ്റൊരു ചെറിയ ഒരു ടേബിൾ എഴുതാം. അപ്പോൾ പി ഈക്വൽ ടു പി എഫ് ഈക്വൽ ടു പി ജി ഈക്വൽ ടു പി എച്ച്. അപ്പോൾ അത് H1 H2 H3 H4 വെച്ചാണ്. അപ്പോൾ 4 ഹൈറ്റ് നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് 1/H1 + 1/H3 = 1/H2 + 1/H4 എന്നത് പിറ്റോട്സ് കണ്ടീഷൻ ആണ് എന്നാണ് നമ്മൾ കാണേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്തെടുത്തു, നമ്മൾ ഇനി ഏരിയാസ് എടുക്കുക. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എ ബി സൈൻ തീറ്റ ആണെന്ന് കാണാം. നമ്മൾ എ പി ബി എടുത്തു. ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഇതിന്റെ ഏരിയ എന്നത് 2 രീതിയിൽ എഴുതാം. ഇത് H1 ആയതുകൊണ്ട് ഹാഫ് ഇൻറ്റു H1 ഇൻറ്റു എ ബി. എ ബി എന്നത് എ ആണ്. ഹാഫ് ഇൻറ്റു ഈ സൈഡ്സ് പിയും ക്യൂവും ആയതിനാൽ പി ക്യൂ സൈൻ തീറ്റയാണ്. ഹാഫ് പി ക്യൂ സൈൻ തീറ്റയാണ്. ഇതാണ് എ ബി പിയിൽ നിന്ന് ലഭിക്കുന്നത്. എ ബി പിയുടെ ഏരിയയിൽ നിന്ന് ലഭിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടി, 1/H1 എന്നത് A/BQ സൈൻ തീറ്റയാണ്. ഇനി അടുത്തത് എന്താ, ട്രയാങ്കിള് ബി സി പി എടുക്കുമ്പോൾ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു വി ഇൻറ്റു H2 ആണ്. പിന്നെ 2 സൈഡ്സ് ക്യൂവും ആറും എടുക്കുമ്പോൾ ഹാഫ് ക്യൂ ഇൻറ്റു ആർ ഇൻറ്റു സൈൻ. ഇവിടെ ആംഗിൾ പൈ മൈനസ് തീറ്റയാണ്. സൈൻ പൈ മൈനസ് തീറ്റ സൈൻ തീറ്റ തന്നെയാണല്ലോ. അപ്പോൾ 1/H2 എന്നത് dy/QR സൈൻ തീറ്റയാണ്. അപ്പൊ അടുത്ത ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇതുപോലെയാണ്. ഹാഫ് ഇൻറ്റു H3 ഇൻറ്റു സി എന്നത് ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു എസ് ഇൻറ്റു സൈൻ തീറ്റ എന്ന് കാണാൻ കഴിയും. അപ്പോൾ സൈൻ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1/H3 എന്നത് CY/RS
സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി അടുത്ത ട്രയാങ്കിൾ അനുസരിച്ച് ഹാഫ് ഇൻറ്റു h4 × d എന്നത് ഹാഫ് ഇൻറ്റു s × b സൈൻ പൈ മൈനസ് തീറ്റ ആണ്. സൈൻ പൈ മൈനസ് തീറ്റ സൈൻ തീറ്റ ആയതുകൊണ്ട് 1/h4 എന്നത് d/sp സൈൻ തീറ്റ ആണ്. ഏരിയയിൽ നിന്ന് നമുക്ക് 1/h1 1/h2 1/h3 1/h4 കണ്ടുപിടിച്ചു. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ കണ്ടീഷൻ അത് ഇതാണ്. 1/h1 പ്ലസ് 1/h3 ഈക്വൽ ടു 1/h2 പ്ലസ് 1/h4 എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. 1/h1 എന്നത് a/bq സൈൻ തീറ്റയാണ്. 1/h3 എന്നത് c/bq സൈൻ തീറ്റയാണ്. 1/h2 എന്നത് d/qr c/rs ആണ്. b/qr സൈൻ തീറ്റയാണ്. 1/h4 എന്നത് d/fp സൈൻ തീറ്റയാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ബൈ pqrs സൈൻ തീറ്റ. pqr സൈൻ തീറ്റ കൊണ്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ars പ്ലസ് cqp ഈക്വൽ ടു bsp പ്ലസ് dqr എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാൻ പോവാണ്. അതുപോലെ നമ്മൾ ഇപ്പൊ ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ എടുക്കുമ്പോൾ അതിനകത്ത് കോസൈൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ APVയിൽ കോസൈൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ആദ്യം കാണാം. അപ്പൊ ഈ ആംഗിൾ തീറ്റയാണ്, ഇത് പൈ മൈനസ് തീറ്റയാണ്, ഇത് A ആണ്, ഇത് P ആണ്, Q ആണ്, R ആണ്. അപ്പൊ അതിൽ നിന്ന് കൊസൈൻ റൂൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? A² equals
p square plus q square minus 2bq cos theta ആണ്. അതുപോലെ ഇവിടെ b square equal to p square plus q square minus q square plus r square minus 2qr cos phi minus theta ആണ്. നമുക്ക് q square plus r square plus 2qr cos theta ആണ്. cos phi minus theta minus cos theta. അതുപോലെയാണ് നമ്മൾ കൊസൈൻ റൂള് മൂന്നാമത്തെ ട്രയാങ്കിളിൽ എടുക്കുമ്പോൾ സി സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2rs കോസ് തീറ്റ എന്നിട്ട് ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് 2ps കോസ് പൈ മൈനസ് തീറ്റ എന്നിട്ട് പി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ps കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പൊ ഇതൊക്കെ കിട്ടി. ഇപ്പൊ നമ്മള് തന്നിരിക്കുന്ന കണ്ടീഷൻ റിഡ്യൂസ് ചെയ്തപ്പോ കിട്ടിയത് എന്താ? നമുക്ക് കിട്ടിയത് ARS പ്ലസ് CVQ DSV പ്ലസ് DQR എന്നാണ്. നമ്മൾ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാണ്. അപ്പൊ എന്ത് കിട്ടി? a square r square s square c square v square q square 2ac pqrs. അപ്പുറത്ത് b square s square v square t square u square r square 2bd pqrs. രണ്ട് സൈഡിൽ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 1/1 പ്ലസ് 1/3 ഈക്വൽ ടു 1/2 പ്ലസ് 1/4 റിഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടിയതിനെ നമ്മൾ സ്ക്വയർ ചെയ്തു. ഇപ്പൊ ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് എ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ സ്ക്വയർ എന്നത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2bq കോസ് തീറ്റ. സി സ്ക്വയർ എന്നത് r square plus s square minus 2rs cos theta. ടു ആർ എസ് കോസ് തീറ്റയാണ് ഇൻറ്റു പി സ്ക്വയർ യു സ്ക്വയർ പ്ലസ് എന്താണ് 2ac pq ആണ്. രണ്ടാമത് ബി സ്ക്വയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക ക്യൂ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് 2qr കോസ് തീറ്റ ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയറിനെ നമ്മൾ സ്ക്വയർ ചെയ്താൽ നേരത്തെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് പി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 2bs cos theta into q square r square 2a പിന്നെ അപ്പുറത്ത് 2bd pqrs എന്ന് കിട്ടും. അപ്പോൾ ഇത് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ആദ്യത്തത് പി സ്ക്വയർ ആർ സ്ക്വയർ എസ് സ്ക്വയർ, രണ്ടാമത്തത് ക്യൂ സ്ക്വയർ ആർ സ്ക്വയർ എസ് സ്ക്വയർ. പിന്നെ സെക്കൻഡ് ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് പി സ്ക്വയർ യു സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ക്യൂ സ്ക്വയർ എസ് സ്ക്വയർ മൈനസ് minus 2bq r square s square cos theta minus 2 e square u square
RS cos theta plus 2AC PQRS. റൈറ്റിലുള്ളതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുക P square Q square P square Q square A square Q square R square S square P square Q square R square Q square R square S square plus then 2P square Q R square cos theta two P Q square R square S cos theta 2VD PQRS എന്നും. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും P square Q square R square ഇവിടെയും ഉണ്ട്, P square Q square R square P square R square square ഇവിടെയും ഉണ്ട്. നോക്കട്ടെ, സെക്കൻഡ് കേസ് നമുക്ക് കിട്ടുക ഇവിടെ Q അല്ല P ആണ്. അപ്പോൾ P സ്ക്വയർ R സ്ക്വയർ S സ്ക്വയർ രണ്ട് സൈഡിലുണ്ട്. അതുപോലെ Q സ്ക്വയർ R സ്ക്വയർ S സ്ക്വയർ രണ്ട് സൈഡിലുണ്ട്, ക്യാൻസൽ ആയി പോകും. P സ്ക്വയർ Q സ്ക്വയർ R സ്ക്വയർ രണ്ട് സൈഡിലുണ്ട്, കട്ടായി പോകും. P സ്ക്വയർ Q സ്ക്വയർ S സ്ക്വയർ രണ്ട് സൈഡിലുണ്ട്, കട്ടായി പോകും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? -2 PQR square S square cos theta -2 P square Q square R cos theta plus 2AC PQR 2P square Q R cos theta PQ square R square S cos theta plus 2BD PQR ഇങ്ങനെ കിട്ടി. ഇനി എന്താ? ഡിവൈഡ് ബൈ PQRS. അപ്പോൾ PQRS കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടിയടാ? നമുക്ക് 2 ഉണ്ട്, -2 PQRS കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് -RS cos theta -PQ cos theta plus AC PS cos theta QR cos theta plus BD എന്ന് കിട്ടി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ. അതുപോലെ തന്നെ നമ്മൾ പിറ്റോസ് കണ്ടീഷൻ എടുക്കാം. അത് A plus C equal to B plus D ആണ്. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ A സ്ക്വയർ പ്ലസ് C സ്ക്വയർ പ്ലസ് 2AC B സ്ക്വയർ പ്ലസ് 2BD സ്ക്വയർ പ്ലസ് 2BD എന്ന് കിട്ടി.
എ സ്ക്വയറിനും ബി സ്ക്വയറിനും സി സ്ക്വയറിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കൊസൈൻ റൂൾ അനുസരിച്ച് അത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq cos തീറ്റ ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് 2rs cos തീറ്റ പ്ലസ് 2ac എന്ന് കിട്ടും. ബി സ്ക്വയർ എന്നത് ക്യൂ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് 2qr cos തീറ്റ പ്ലസ് ആർ സ്ക്വയർ. അടുത്തത് പി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് 2ps cos തീറ്റ. അപ്പോൾ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ രണ്ട് സൈഡിലും കട്ടായി പോയി. മൈനസ് 2pq cos തീറ്റ മൈനസ് 2rs cos തീറ്റ പ്ലസ് 2ac മൈനസ് 2qr cos തീറ്റ. ഇവിടെ പ്ലസ് ആണല്ലേ മക്കളെ, ഇവിടെ പ്ലസ് ആയിരുന്നു. പ്ലസ് 2qr cos തീറ്റ പ്ലസ് 2ps cos തീറ്റ 2vd ഉണ്ടായിരുന്നു പ്ലസ് 2vd. എല്ലായിടത്തും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക മൈനസ് vq cos തീറ്റ മൈനസ് rs cos തീറ്റ പ്ലസ് ac equal to qr cos തീറ്റ പ്ലസ് ps cos തീറ്റ പ്ലസ് bd എന്നിട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി മക്കളെ? ഫസ്റ്റത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻസ് സെയിം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന 1/h1 പ്ലസ് 1/h3 ഈക്വൽ ടു 1/h2 പ്ലസ് 1/h4 എന്ന് പറയുന്നത് തന്നെയാണ്. എ പ്ലസ് സി ഈക്വൽ ടു ബി പ്ലസ് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോഴിതെന്താ? അക്കോർഡിംഗ് ടു പിറ്റോട്സ് കണ്ടീഷൻ തിയറം